ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഉണ്ടല്ലേ, ബ്യൂട്ടിഫുൾ. ഞാൻ കുറെ ഈ ഒരു ഗെയിം കളിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് കളി തുടങ്ങാം. ഇപ്പൊ ഇതെങ്ങനെ പഴയതുപോലെ ആക്കുക? 5. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കുറെ യൂട്യൂബൊക്കെ നോക്കി ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസിൽ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു വേൾഡ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു മരം പോയി വെട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും 6 മരം മുറിച്ചിട്ടുണ്ട്. ഇനി ഈ മരം നമ്മൾ ഒരു സാധനത്തിലിട്ടിട്ട് അതിനെ നമ്മൾ ഒരു ഇനി എന്തായാലും വേട്ടേണ്ടത്. അയ്യോ മറക്കാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് വരാം, ഒരു മിനിറ്റ്. ഈ പ്രസ് ചെയ്യണം. ഓക്കെ, ഈ പ്രസ് ചെയ്തതിന് എങ്ങനെ വരും? ഇതിൽ നമ്മൾ ഈ ലോഗ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വുഡൻ പ്ലാങ്ക്സ് കിട്ടും. ഇതിനെ ഇങ്ങനെ വെച്ചൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ടൂൾസ് വേണം. ആദ്യം തന്നെ പിക്കാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുക. ഇങ്ങനെയല്ലേ പിക്കാക്സ്? ഓക്കെ, ഇങ്ങനെയായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ ലയിച്ച വെച്ചത് നേരത്തെ. ഓക്കെ, എന്തായാലും ഒരു പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സോഡ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി എന്താ ഷവല് വേണം. പിന്നെ വുഡൻ ഹോ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതുവരെ അതിൻ്റെ ഒരു യൂസും കണ്ടില്ല. പക്ഷെ എന്തായാലും നമുക്ക് വുഡൻ ഹോ ഉണ്ടാക്കാം. എല്ലാ ടൂൾസും ഉണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ റിച്ച് ആവാം. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ടൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ല, നമ്മളടുത്ത് ഫുൾ ടൂൾസ് ഉണ്ട്. ഇനി ടൂൾസ് സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് സെറ്റാക്കേണ്ടത് ബെഡ് ഉണ്ടാക്കണം. ഓക്കെ, ബെഡ് ഉണ്ടാക്കിയാലേ നമുക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ കടന്നുറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ കുറെ ഭയാനകമായ കുറെ ജീവികൾ വരും. അവർ വന്നിട്ട് നമ്മൾ മൂക്കാമന്ത അടിച്ചു പൊളിയോന്ന് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങിയാലേ കാര്യം നടക്കുള്ളൂ. ഇപ്പൊ തന്നെ രാത്രി ആവാൻ തുടങ്ങിയോ? ഈ സൂര്യത്തിന് എത്ര വേഗം താഴെ പോണേ. മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിതൊരു വിഷയമല്ല. ഞാൻ ബേസിക്കലി ഒരു പ്രോ പ്ലെയർ ആണല്ലോ. എനിക്കൊരു ഇത്തനെയും പേരില്ല. ആര് വന്നാലും അടിച്ച് മൂക്കാമത വിളിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. കാണാൻ നല്ല രസം കിട്ടാ. സാധാരണ കുറെ ജീവികൾ വരേണ്ടതാണല്ലോ, കുറെ സോംബീസും പിന്നെ കുറെ എല്ലും കൊട്ട പോലത്തെ ഹസ്തികുളം പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാണാനില്ല. എല്ലാവരും എന്നെ കണ്ട് പേടിച്ച് ഓടിയതാണെന്ന് തോന്നുന്നു. ഒരുത്തനെയും കാണാനില്ല. ഞാനെവിടെ പോയാലും ഒരു കില്ലാടിയാ. ഓക്കെ, അവൻ നീന്തി വരും. ആടാ ആടാ പാടാ ഓടാ ധൈര്യണ്ടെങ്കിൽ പാടാ പോടാ കളിക്കാൻ. ദിവസം ശരിക്കും വരുന്നില്ല. നമുക്ക് ഓടാ. രണ്ടാൾക്കാർ പോടാ പോടാ വല്ല പണിക്കും പോടാ. എന്റെ പിന്നാലെ വരാതെ. ഇതെന്തോ കുറച്ചോടെ നമ്മളങ്ങനെ ഒരുത്തന്നെ സക്സസ്ഫുള്ളി കീഴ്പ്പെടുത്തി. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി. ഓക്കെ, അവിടെ ഒരു ഷീപ്പ് കാണുന്നുണ്ട്. തന്നെ വേൻ പോയി തല്ലിക്കൊല്ല. ഹലോ ചത്തേനു. ഓക്കെ, അങ്ങനെ നമുക്ക് 3 വോള് കിട്ടിയിട്ടുണ്ട്. 3 വോള് മതി. ഇനി നമുക്ക് ഈ 3 വോള് കൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കി കടന്നുറങ്ങാം. വേണമെങ്കിൽ കടന്നുറങ്ങാം. പക്ഷേ ഞാൻ കടന്നുറങ്ങാൻ പോണില്ല. ഞാൻ ഷീപ്പിനെ കൊന്നത് വോളിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഷീപ്പിനെ കൊന്നത് മീറ്റിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരുത്തനെയും പേടിയില്ല. ഈ രാത്രി ഞാൻ ഉറങ്ങാതെ കഴിയും. അമ്പിളി മാമൻ അസ്തമിച്ചുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചതിനെ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല. ഇത് വേറെ കാര്യം. സൂര്യനെ ഉദിച്ചു കഴിഞ്ഞാൽ നിന്നൊക്കെ പേടിക്കാനില്ല. അങ്ങനെ വേണം പറയാൻ. ഓക്കെ, സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു നീല കളർ, സോറി നീലല്ല, ഒരു മഞ്ഞ കളർ. പിന്നെ ഓറഞ്ച് എന്തോ ഒരു കളറ്. ഓക്കെ, എട്ടേ വന്നോട്ടെ. പോന്നോട്ടെ. പശുമ്പ ചവിടാ. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നോ എന്തോ. പക്ഷെ അവൻ ഭയങ്കര ഡേഞ്ചറാണ്. ഇവനെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഈ മൈൻക്രാഫ്റ്റിന്റെ ഒരു ഐക്കണാണ് അവൻ. കാരണം അവൻ്റെ അടുത്ത് പോയിക്കാൻ അവൻ പൊട്ടിത്തെറിക്കും. എന്നിട്ട് അവനും ചാവും നമ്മളും ചാവും. എന്തിനാന്നറിയില്ല, ഇങ്ങനെ ഓരോ ദുരന്തങ്ങളിൽ സ്വയം മരിക്കും, നമ്മളെയും കൊല്ലും. ഇനി നമുക്ക്
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വുഡൻ പിക്കാക്സ് കൊണ്ട് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് ഈ ടൂൾസിനൊക്കെ നമുക്ക് സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നമ്മളെ ടൂൾസ് എല്ലാം നമുക്ക് സ്റ്റോണായി മാറിയിട്ടുണ്ട്. വീണ്ടും രാത്രിയാവാൻ തുടങ്ങി. ഒരു ബെഡ് ഉണ്ടാക്കാൻ പോണേ. പേടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പേടിച്ചിട്ടല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ബെഡ് എങ്ങനെ ശീലായത്? ഞാൻ ബെഡ് ഉണ്ടാക്കിയതല്ലേ. ഓ, ബെഡ് ഇവിടെ എന്തേലേ. ഓക്കെ, ബെഡ് നമുക്കിനി നിലത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ കടന്നുറങ്ങാം. ഇതിലിപ്പോൾ ഇങ്ങനെ കടക്കുക. ഇതിന് മുകളിൽ കയറിന്നാ മതിയാ. സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് സം ഹെൽപ്പ്. കടക്കണം കടക്കണം കടക്കണം. ഓ, ഫ്ലൈറ്റ് കിക്കാണല്ലേ. ഞാനെന്തൊരു മണ്ടനാണ്. ഓരോ പൊട്ടത്തരങ്ങൾ കാട്ടു. അതെന്താ സാധനം? വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് പോയി നോക്കി നോക്കാം. നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോറേഷൻ ഗെയിമാണ്. നമ്മൾ എന്ത് ഉണ്ടാവേണ്ടി എന്തായാലും അതൊക്കെ പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. ആരാ അത്? സർപ്രൈസ് മദർഫക്കർ. ഇവന്റെ ഇങ്ങനെ ഇവൻ വരുന്നാണിപ്പോ തന്നെ പേടിയാവുന്നു. എന്റെ പൊന്നെ, ഇവനെ കട്ടാക്കി കാണുന്ന വിഭവം. ചോനെ ഓടണം. ഞാൻ വിചാരിച്ചു ഇതിൽ രാത്രി മാത്രമേ ഈ വെറുപ്പിക്കുന്ന സാധനങ്ങൾ ഉള്ളൂന്നാണ്. ഇതിപ്പോ രാവിലെ ഉണ്ടോ? ഇങ്ങനെ നോക്കുമ്പോ ആരും കാണാനില്ല. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. ഹലോ സാർ. ഓ, നമുക്ക് എന്തായാലും രണ്ടും ധരിപ്പിച്ചവനെ കൊല്ലാൻ പോവേ. ഹലോ സാർ, അവിടെ പോയി വരെ പണി നോക്കണം. അവൻ പോയെന്ന് തോന്നുന്നേ. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ചപ്പേന. ഈ നായി പോയില്ലേ. ഓക്കെ, ഇപ്പൊ ടോട്ടല് 3 പേരെ കൊന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. എന്തിനാ അതിൻ്റെ ഉള്ളിൽ പോകണമെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് ആരും ഉണ്ടായിട്ടൊന്നല്ല, വെറുതെ ഒരു രസം. നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണല്ലോ. ലൈഫ് ഫുള്ളാവട്ടെ. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ പണി കിട്ടും. സോ ലൈഫ് ഫുള്ളായിട്ട് പോവാം. ഇത് എന്താണ് ഫുഡ്? എത്ര കഴിച്ചാലും ഇപ്പം എൻ്റെ വയറ്റിലെന്താ കൊക്കപ്പുഴോ? എത്ര കഴിച്ചാലും ഫുഡ് നിറയുന്നില്ല. മുട്ട കഴിക്കാൻ പറ്റുമോ? ആകട്ടെ. കഴിച്ചോ? ഇല്ലല്ലോ. അയ്യേ, മുട്ട കഴിക്കാൻ പറ്റില്ല. ഉച്ചം മാത്രം മൈൻക്രാഫ്റ്റ്. എന്തായാലും നമുക്ക് കഴിഞ്ഞ് പോവാം. ഇനി ലൈഫ് ഫുള്ളാവുന്നൊരു കാര്യമില്ല. എനിക്കാരെയും പേടില്ല. അതൊക്കെ അത്ര ഉള്ളൂ. ഓഹോ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അയ്യവ അടിപൊളി. ഓ, അമ്മമാര് ചത്തിട്ടില്ലാതെ ഇനിയുണ്ട്, കുറെ അമ്മമാരും കൂടെ ഉണ്ട്. ഓ പൊച്ചോനെ ചോടാ. ഹലോ ഞാൻ ചത്തു. പക്ഷെ എന്റെ മരണം ധീരമരണമായിരുന്നു. പേടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് മരിച്ചതല്ല. കണ്ണീരും തുടച്ചു പറയട്ടെ. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ